അങ്ങനെ 2026 അതായത് ഈ പുതുവർഷത്തിലെ ആദ്യഘട്ട ക്ഷേമ പെൻഷൻ വിതരണമെല്ലാം 25-ന് ശേഷം വിതരണം ആരംഭിക്കുകയാണ്. 26-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. സംസ്ഥാന ബഡ്ജറ്റ് 29-ാം തീയതിയാണ്. ആ ദിവസങ്ങളിലെല്ലാം തന്നെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും. 2000 രൂപ വീതം ജനുവരി മാസത്തെ സഹായം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് 63 ലക്ഷത്തോളം വരുന്ന വ്യക്തികൾക്കായിരിക്കും കൈമാറുക. വിവിധ രേഖകൾ കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു. എങ്കിൽ പോലും ആ ലിസ്റ്റ് പരിഗണിക്കാതെ എല്ലാവർക്കും ഈ പ്രാവശ്യം സഹായമുണ്ട്. എന്നാൽ ഫെബ്രുവരി മാസം മുതൽ ഇതിൽ പലർക്കും ആനുകൂല്യം തടസ്സപ്പെടുകയും ചെയ്യും. രേഖകൾ സമർപ്പിക്കാൻ ചിലർക്ക് സമയം അനുവദിച്ചിട്ടുള്ളത് ജനുവരി മാസം 30-ാം തീയതിയും ഇനി അതോടൊപ്പം തന്നെ മറ്റ് ചിലർക്ക് ജൂൺ മാസം 30-ാം തീയതി വരെയും സമയം അനുവദിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളുടെ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാതെ പോകരുത്. അതുകൂടി ഒന്ന് ചുരുക്കി പറയുകയാണ്. ഏറ്റവും ആദ്യത്തേത് വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. നാളിതുവരെയായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാത്തവർ മാത്രം ഇത് ഏൽപ്പിച്ചാൽ മതി. കാരണം ഒരിക്കൽ മുൻപ് നമ്മളിത് സമർപ്പിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ പെൻഷൻ അപേക്ഷ വയ്ക്കുന്ന സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുള്ളവരാണ്. ഈ വരുമാന സർട്ടിഫിക്കറ്റിലെ വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കാണും. അത് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എത്ര രൂപയായിരുന്നു അന്ന് നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് നൽകിയിരുന്നത്, അതെല്ലാം സേവനയുടെ സൈറ്റിലുണ്ടാകും. ഇനി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കാണുന്നില്ല എങ്കിൽ, അതായത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതായിട്ട് കാണുന്നില്ല എങ്കിൽ, രേഖകൾ കൊടുത്തിട്ടില്ല എന്നാണ് അവിടെ സ്റ്റാറ്റസിൽ വരുന്നത് എങ്കിലാണ് നമ്മൾ ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ മാത്രം ഇത് ഏൽപ്പിച്ചാൽ മതി. ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നവരാണെങ്കിൽ അവർ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത പെൻഷൻ സ്കീമുകൾ, അതായത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായം, അങ്ങനെ വിവിധ മേഖലകളിൽ ആനുകൂല്യം വാങ്ങുന്നവരാണ് രേഖകൾ ഹാജരാക്കേണ്ടത്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഒരിക്കലും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സേവനയിൽ നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താക്കളുടെ കാര്യം എടുക്കാം. വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുമാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. ഇതിലുള്ള സമയപരിധി ജനുവരി മാസം 30-ാം തീയതിയോടെ അവസാനിക്കുകയാണ്. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കേസിലാണ് ജൂൺ മാസം 30-ാം തീയതി വരെയൊക്കെ സമയമുള്ളത്. അത്രയും നാളത്തേക്ക്, അതായത് വരുന്ന 6 മാസത്തെ കാലത്തേക്ക് നമ്മുടെ പെൻഷൻ തടയുകയില്ല എന്ന് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു സമയപരിധിക്കുള്ളിൽ എത്രയും വേഗം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ സമർപ്പിക്കണം. ഇനി ഈ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ വിവാഹിത പെൻഷനൊക്കെ ആണെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അതെല്ലാ വർഷവും നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മൾ 2025 ജനുവരി മാസം മുൻപ് കൊടുത്തവരായിരിക്കാം. ഈ 2026 ജനുവരിയിലും ഇതേ രീതിയിൽ നമ്മൾ കൊടുക്കണം. എല്ലാ വർഷവും ഇത് കൊടുത്ത് പുതുക്കിക്കൊണ്ടിരിക്കണം. 60 വയസ്സിന് മുകളിൽ പ്രായമെത്തിയവർ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നിയമപരമായിട്ടുള്ള ഇളവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ക്ഷേമ പെൻഷൻ ഈ മാസം എല്ലാവർക്കും മുടക്കം കൂടാതെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. എന്നാൽ അതിനുശേഷമൊക്കെയാണ് ഫെബ്രുവരി മാസം മുതൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് പെൻഷൻ മുടങ്ങും. ഇനി ജൂൺ മാസമൊക്കെ ആയി കഴിയുമ്പോഴേക്കും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്കും ആനുകൂല്യങ്ങൾ മുടങ്ങും. അപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിന് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ വിതരണം കൂടി ഉള്ളതുകൊണ്ട് നമ്മളുടെ സംസ്ഥാനത്ത് 8.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെ കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഈ മാസത്തെ വിതരണം നടക്കുമ്പോഴും കേന്ദ്ര വിഹിതം ആദ്യഘട്ടത്തിൽ കുറഞ്ഞായിരിക്കും വരിക. അതിനുശേഷം വളരെ വൈകാതെ 2-3 ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും. ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ധനസഹായം എത്തുന്നത്. തുടർച്ചയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കാത്തവർ ആധാറിൻ്റെ വെബ്സൈറ്റിൽ കയറി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുകയും വേണം. അപ്പോൾ 26-ാം തീയതി മുതൽ പെൻഷൻ വിതരണമൊക്കെ ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും മുടങ്ങാതെ ലഭിക്കട്ടെ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.